വിഷമത്തിലാണ് അവൾ മാത്രമല്ല നമ്മളും ഒരുപാട് വിഷമത്തിലാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം. അവളുടെ കുഞ്ഞുങ്ങളെന്ന് അവളെ കൂടെയില്ല. അതാണ് അവളുടെ ഏറ്റവും വലിയ സങ്കടം. അതവളെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാവും. അവൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവളുടെ നിഷ്കളങ്കമായ ആ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു അവൾക്ക് എത്രത്തോളം വേദന ഉണ്ടെന്നുള്ളത്. അവളുടെ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടെന്ന് 5 ദിവസമായി. മിൽക്ക് ഇൻഫെക്ഷൻ ആയതാണ്. അപ്പോൾ മിൽക്ക് ഇൻഫെക്ഷൻ ആയാൽ റിക്കവർ ആവാൻ സാധ്യതയില്ല എന്ന് നമ്മൾ വളരെ കാലങ്ങൾക്ക് മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്കത് അനുഭവം വന്നത് ഇപ്പോഴാണെന്ന് മാത്രം. കുറേ കാലമായി നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് സംഭവിച്ചത്. മിൽക്ക് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് ആദ്യമേ തോന്നാൻ കാരണം പ്രസവിച്ചിൻ്റെ 3ൻ്റെ അന്നോട്ട് അവൾ പാല് കൊടുക്കാണ്ട് മാറിക്കിടക്കുന്നൊരു പ്രവണത കാണിച്ചു. അപ്പോൾ പൊതുവേ അവൾക്ക് അങ്ങനെ ഒരു സിംറ്റം നേരത്തെ, അതായത് അവളുടെ സെക്കൻഡ് ബ്രീഡിങ് തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചതായിരുന്നു. അവൾക്ക് ഈ കുഞ്ഞുങ്ങൾ പാല് കൊടുക്കാണ്ട് മാറിക്കിടക്കും, നമ്മൾ പോയി അടുത്ത് വെച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളൊരു ഒരു രീതി. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കുമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ അലാറം വെച്ചിട്ട് 2 മണിക്കൂർ ഇടവിട്ട് ഞാനും ചേട്ടനും മാറി അലാറം വെച്ചിട്ട് രാത്രി പോയി കുഞ്ഞുങ്ങൾ മാറിക്കിടക്കുമ്പോൾ കുഞ്ഞിനെടുത്ത് വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ എത്രയൊക്കെ വിരട്ടിയിട്ടും ദേഷ്യപ്പെട്ടിട്ടും അവൾ മാറി ഈ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് കിടക്കണില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്കും ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ ഡെത്ത് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡെത്തായപ്പോൾ ഒരു സൈഡ് പിതുങ്ങിയിരുന്നതുകൊണ്ട് അവൾ കയറി കിടന്നതാവുമെന്ന് നമ്മൾ കരുതി. അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവളുടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, സെക്കൻഡ് ബ്രീഡിങ്ങിലാണ് നമ്മൾ ശ്രദ്ധിച്ചതെന്നുള്ളത്, മാറിക്കിടക്കുന്നത്. അന്ന് 10 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഈ 10 കുഞ്ഞുങ്ങളിൽ 5 അവൾ കയറി കിടന്നാണ് ഡെത്തായത്. കാരണം ഞാൻ ഇവളെ പ്രസവം എടുത്തിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോവുകയാണ് എനിക്ക് പ്രസവിക്കാനായിട്ട്. രാവിലെ 9 മണിക്കാണ് അവളുടെ പ്രസവം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് പോയപ്പോഴാണ് എനിക്ക് ഫ്ലൂയിഡില്ല, സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യേണ്ട ഒരു സ്റ്റേജ് വന്നു. അപ്പം പിന്നെ എൻ്റെ പുറകിലായി എല്ലാവരും ഓട്ടം. അപ്പം ഇവളുടെ പുറകിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അങ്ങനെ 5 കുഞ്ഞുങ്ങളുടെ പുറത്ത് അവൾ കയറിക്കിടന്ന് ഡെത്തായി. അപ്പോൾ ഈ കയറിക്കിടന്ന് ഡെത്താവുന്ന എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ചപ്പിക്കിടക്കും കുഞ്ഞ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് വേദന ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. കാര്യം ഞാൻ എൻ്റെ കുഞ്ഞോട്ട് വന്നപ്പോൾ അവളുടെ കുഞ്ഞുങ്ങളില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് നന്നായിട്ട് നമ്മൾ കെയർ കൊടുത്തായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ചപ്പിക്കിടന്നപ്പോൾ നമുക്ക് അവൾ കയറി കിടന്നാവുമെന്ന് കരുതി. പക്ഷേ അത് കഴിഞ്ഞൊരു കുഞ്ഞിൻ്റെ കണ്ണു മുന്നേ തന്നെ അവശ്യ നിലയിൽ ഡെത്തായി. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞിന് നമ്മൾ പാലെടുത്ത് കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ അവളുടെ ബ്രസ്റ്റിൽ നിന്ന് ബ്ലഡും പഴുപ്പുമായിട്ട് വരുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മിൽക്ക് ഇൻഫെക്ഷൻ ആയതാണ്, കുഞ്ഞിനെ പെട്ടെന്ന് മാറ്റിക്കോളൂ. കുഞ്ഞ് പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഡെത്താവും. മാക്സിമം നമ്മൾ സെൽഫ് ഫീഡിങ് കൊടുത്ത് ചെയ്യാൻ പറഞ്ഞു. അന്നോട്ട് ഞാൻ ഫീഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. രാത്രി എൻ്റെ അടുത്ത് വെച്ചിട്ട് 2 മണിക്കൂർ അവനെ ഫീഡ് ചെയ്യാനായിട്ട് നോക്കി. നന്നായിട്ട് അവൻ റിക്കവർ ആവുമെന്ന് കരുതിയ ഒരു സ്റ്റേജ് വരെ ഉണ്ടായിരുന്നു. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ കരയുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ദിവസം അവൻ നല്ല അവശനിലയിലായി. ഞങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർക്ക് അവൻ്റെ അവസ്ഥ കണ്ട് മനസ്സിലായതുകൊണ്ട് അവനെ ഇൻക്യുബേറ്ററിൽ വെച്ചു. 2 ദിവസം ഇൻക്യുബേറ്ററിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഡെത്തായി. അപ്പോൾ നമുക്ക് അവസാനം അവനിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ എന്നെ വല്ലാണ്ട് തളർത്തിക്കളഞ്ഞു. കാരണം മറ്റു കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് പോയവരായിരുന്നു. അവൻ എൻ്റെ അടുത്ത് ചേർന്ന് കിടന്നിട്ടാണ് ഡെത്തായത്. അപ്പോൾ അത് വല്ലാണ്ട് എന്നെ വേദനിപ്പിച്ചു. പക്ഷേ നമുക്ക് ഈ വേദനകളൊക്കെ തരണം ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഡോറ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെക്കാട്ടിയൊക്കെ അവൾ നോവുന്നുണ്ട്. അവളുടെ ഓരോ മൊമെൻറ്റും അവളുടെ വേദനയുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 14 ദിവസം കൊണ്ട് നൊന്ത് പ്രസവിച്ച തൻ്റെ കുഞ്ഞുങ്ങൾ കണ്ണ് മുന്നിൽ നിന്ന് മിന്നിമായെന്ന് കാണേണ്ടി വരുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥ, അത് മനുഷ്യനായാലും മൃഗത്തിനായാലും തുല്യ വേദന തന്നെയാണ്. പക്ഷേ ആ വേദനയിൽ നിന്ന് അവളെ നമ്മൾ മാറ്റാനായിട്ട് അവളുടെ കൂട്ടുകാരും ഞങ്ങളുമൊക്കെ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. പരിശ്രമത്തിൻ്റെ ഫലം കണ്ടു തുടങ്ങിയെന്നാണ് നിങ്ങളുടെ വിശ്വാസം. ഡോറയുടെ ആ ഗാംഭീര്യമുള്ള മുഖവും ഗാംഭീര്യമുള്ള സ്വഭാവവും ഇതുവരേക്കും തിരികെ വന്നിട്ടില്ല. അവൾ ഇന്നും ആ അമ്മയിൽ നിൽക്കുവാണെന്നാണ് തോന്നുന്നത്. തിരിച്ചെടുക്കണം നമുക്ക് അവളെ. പഴയ പോലെ ബഹളം വയ്ക്കാറില്ല, കുരയ്ക്കാറില്ല, ഒന്നും തന്നെ അവളുടെ ഭാഗത്തു നിന്നില്ല. എല്ലാം ഇനി നമ്മളാണ് തിരികെ കൊണ്ടുവരേണ്ടത്. കുറച്ചു മുന്നേ ഞങ്ങളുടെ നിബിളൊന്ന് പിരിക്കി നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒരുത്തനെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞത് കഴിഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളും ഒരുപാട് പരിശ്രമിച്ചു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. ബ്രീഡിംഗ് എന്നൊരു കോൺസെപ്റ്റോടെ അല്ല ഞങ്ങൾ പട്ടികളെ വളർത്തുന്നത്, ഞങ്ങളിലൊരു ഭാഗമായിട്ടാണ്. അത് ഞങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസവും. മനുഷ്യനായാലും മൃഗമായാലും അവർക്ക് ജീവിക്കാൻ ഇത്ര സമയം വരെ ഉള്ളൂ എന്നുണ്ടല്ലോ, അത് മറികടക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു.